ഹായ്, ഞാൻ ശ്രീദേവി. ഇന്നെന്താ സ്പെഷ്യൽ എന്നറിയോ? സിമ്പിളായിട്ട് ചിക്കൻ ബിരിയാണി ഒരു കുക്കറിൽ തന്നെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇഞ്ചി, വെളുത്തുള്ളി, വലിയുള്ളി, തക്കാളി. കുറച്ചും കൂടി ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, അതിങ്ങനെ കൂടെ വന്നോളും. കുക്കർ വെച്ചിട്ടുണ്ട്. ഞാനൊരു വെളിച്ചെണ്ണ ലവറാണ്, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒഴിക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ആ പരുവം വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഈ ബിരിയാണിയിൽ ഒരു 600 ഗ്രാം ചിക്കൻ്റെയാണ് കറി വയ്ക്കാനായിട്ടാണ് വാങ്ങിയത്. അതുകൊണ്ട് ചെറിയ പീസാണ് ഇതിലുള്ളത്. പക്ഷേ ബിരിയാണി പീസായിട്ട് എടുത്താൽ മതി, അപ്പം കുറച്ച് വലുതായിട്ട് കിട്ടും. അപ്പോൾ 600-650 ഗ്രാമിൻ്റെ ഒരു കണക്കാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും 3 പച്ചമുളകും ആക്കി അരച്ചിട്ടുള്ള പേസ്റ്റാണ് അതിൽ ചേർക്കുന്നത് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ എരിവിനനുസരിച്ച്, ചിക്കൻ്റെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഞാനിവിടെ 2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ സാദാ മുളക് പൊടി 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 4 വലിയ തക്കാളി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഞാനത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉടഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് തൈര് ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചിടും, അധികം ആവുമോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീണ്ടും ഒഴിക്കുന്നുണ്ടത്. ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് എനിക്ക് ഇതിൽ കുറച്ച് മണ്ടത്തരം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഞാൻ കുറച്ച് കമ്മിയാക്കിയായിരുന്നു. അത് മാത്രമായിരുന്നു ഇതിലൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മല്ലിയിലും പുതിനയിലും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. 8 മിനിറ്റ് അത്ര മതിയാവും. അതിനുശേഷം ഉപ്പ് കുറച്ച് അധികം തന്നെ ഇതിലിട്ടോളൂ കേട്ടോ. അതുപോലെ എരിവും ആവശ്യത്തിന് തന്നെ ഇടാം. അതിനുശേഷം ചിക്കൻ അങ്ങനെ ഒരുമിച്ച് പരത്തി വെച്ചതിന് ശേഷം അരി അതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒപ്പത്തിൽ ഇതാക്കി പരത്തി കൊടുക്കുന്നുണ്ട്. അരി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കയ്യിൽ അതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെയാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിൽ 2 ഗ്ലാസ് അരിക്കുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതിലെടുത്തിരിക്കുന്ന കുറച്ച് അരി കൂടുതലാക്കിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കണ്ട, 2 ഗ്ലാസ് അരിയുടെ കണക്കാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. 600-650 ഗ്രാം ചിക്കൻ്റെ ആണ് പറയുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഇതിലിടുന്ന നെയ്യിലെ കുറച്ച് 10 രൂപയുടെ, നമുക്ക് 10 അല്ലെങ്കിൽ 20 രൂപയുടെ പാക്ക് കിട്ടും, പട്ട ഗ്രാമ്പിൻ്റെ പാക്ക്. അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യരുത്, അടിയോടുകൂടി മിക്സ് ചെയ്യരുത്, മേലെ മാത്രം. എന്നിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിടുക. ഞാനിതിൽ നാരങ്ങ ഒഴിക്കാൻ വിട്ടുപോയായിരുന്നു. 1 നാരങ്ങ അത് പിഴിഞ്ഞ് ഒഴിക്കണം. 1 വിസിൽ വെക്കുന്നുണ്ട് കേട്ടോ. അത് ഒരൊറ്റ വിസിൽ വെച്ചാൽ മതിയാവും. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മേലേന്ന് ആ ചോറ് മാത്രം ഒന്ന് മാറ്റിയെടുക്കുക. ഇഷ്ടമായെന്ന് വിചാരിക്കണം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ പീസാണെങ്കിലും വേവും. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.